ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടൈറൻ ഫ്ലൈ കാച്ചർ എന്ന പക്ഷിയെ പറ്റിയാണ്. 400-ലധികം ഇനങ്ങൾ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി കുടുംബമാണിത്. ടൈറാനിഡെ കുടുംബത്തിൽപ്പെടുന്ന ഈ പക്ഷികളെ വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും എല്ലായിടത്തും കാണപ്പെടുന്ന പാസറൈൻ പക്ഷികളുടെ ഒരു കുടുംബത്തിൽപ്പെടുന്നു. കൂടാതെ അമേരിക്കയും കാനഡയും ഒഴികെയുള്ള അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളിലെയും ഏറ്റവും വൈവിധ്യമാർന്ന ഏവിയൻ കുടുംബമാണ് ഇത്. ഈ കുടുംബത്തിലെ അംഗങ്ങൾ ആകൃതി കൊണ്ടും പാറ്റേണുകളിലും വലിപ്പം, നിറങ്ങൾ എന്നിവയിലും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മറ്റ് മിക്ക പാട്ടുപക്ഷികളുടെയും സങ്കീർണമായ സ്വരശേഷിയില്ലാത്ത ഒരു കൂട്ടമായ ടൈറാനി എന്ന ഉപവിഭാഗത്തിലെ അംഗമാണ് ടൈറാനിഡെ. മിക്ക സ്പീഷീസുകളും വളരെ ലളിതമാണ്. തവിട്ട്, ചാര, വെള്ള നിറങ്ങളിലുള്ളവയും കടും ചുവപ്പ്, വെർമിലിയൻ ഫ്ലൈ കാച്ചർ വിഭാഗത്തിലും നീല, കറുപ്പ്, വെള്ള, മഞ്ഞ ഇവ മൾട്ടി കളർ റഷ്ടാറഡ് വിഭാഗത്തിലും ടോഡിറോസ്ട്രം ഹെമിട്രിക്ടസ് പോയസിലോട്ടിക്കസ് ജനസിൽ നിന്നുള്ള മഞ്ഞ, കറുപ്പ്, വെള്ള, റൂഫസ് എന്നിങ്ങനെ കാണപ്പെടുന്ന ചില സ്പീഷീസുകൾ ടോഡി ഫ്ലൈ കാച്ചറുകളിൽ അല്ലെങ്കിൽ ടൈറൻറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. അലങ്കരിച്ച ഫ്ലൈ കാച്ചർ മുതൽ റെഡ് കിസ്കാഡി വരെയുള്ള നിരവധി സ്പീഷീസുകൾക്ക് തിളക്കമുള്ള മഞ്ഞ അടിഭാഗങ്ങളുണ്ട്. വലിയ ജനുസുകളിൽ പലതും സമാനമായ തൂവലുകൾ കാരണം വയലിൽ വേർതിരിച്ച് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് എലീനിയ, മ്യാർക്കസ് അല്ലെങ്കിൽ എംപിഡോണാക്സ് മുതലായവ പോലെ. ചിലത് അവയുടെ ശബ്ദത്താൽ നന്നായി വേർതിരിച്ച് അറിയപ്പെടുന്നു. മനുഷ്യവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള തുറന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നതുമായ സ്വേച്ഛാധിപതികളായ ഈച്ച പിടിക്കുന്നവരിൽ ഭൂരിഭാഗവും കീടങ്ങളെ നശിപ്പിക്കുന്നവരാണ്. ഈ പക്ഷികൾ അവസരവാദ തീറ്റക്കാരാണ്. ഇവർ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും പറക്കുന്ന മരച്ചീനി പ്രാണികളെ പലപ്പോഴും പിടിക്കാറുണ്ട്. ഈ പക്ഷികളുടെ വർഗത്തിലുള്ളവയായ വലിയ ഗ്രേറ്റ് കിസ്കാഡി പോലുള്ളവർ പഴങ്ങളോ ചെറിയ കശേരുക്കളായ ചെറിയ തവളകളെ പോലുള്ളവയെ കഴിക്കാറുണ്ട്. വടക്കേ അമേരിക്കയിൽ മിക്ക സ്പീഷീസുകളും സാലിയിങ് ഭക്ഷണരീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവ പറന്നു വന്ന് പറമ്പുകളിൽ നിന്ന് ഒരു പ്രാണിയെ നേരിട്ട് പിടിക്കുകയും ഉടൻ തന്നെ അതേ പറമ്പിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഈ പക്ഷികളിൽ അധികവും ഇലകളിൽ നിന്നും പുറംതൊലിയിൽ നിന്നും പ്രാണികളെ ശേഖരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഉഷ്ണമേഖല ജീവിവർഗങ്ങൾ ചിലപ്പോൾ സമ്മിശ്ര ജീവിവർഗങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം തേടുന്നവരായി കാണപ്പെടുന്നു. ഈ പക്ഷികളുടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗങ്ങൾ ബോർണീസ് ജനസിൽ നിന്നുള്ള ഷോർട്ട് ടെയിൽഡ് പിഗ്മി ടറൻറ്റ്, ബ്ലാക്ക് കേപ്പ് പിഗ്മി ടറൻറ്റ് എന്നിവയാണ്. ഈ സ്പീഷീസുകളുടെ ആകെ നീളം 6.5 സെൻറ്റിമീറ്റർ വരെയും ഭാരം 4 മുതൽ 5 ഗ്രാം വരെയുമാണ്. നീളം അനുസരിച്ച് അവ ഭൂമിയിലെ ഏറ്റവും ചെറിയ പാസറേസുകളാണ്. ഏറ്റവും വലിയ ടൈറൻ ഫ്ലൈ കാച്ചറുകൾക്ക് 29 സെൻറ്റിമീറ്റർ നീളവും 99.2 ഗ്രാം ഭാരവും ഉണ്ടായിരിക്കും. ഫോർക്ക് ടെയിൽഡ് ഫ്ലൈ കാച്ചറിന് കുറഞ്ഞത് 41 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. എന്നാൽ ഇത് പ്രധാനമായും അവയുടെ വളരെ നീണ്ട വാലുകളാണ്. ഉഷ്ണമേഖല താഴ്ന്ന പ്രദേശങ്ങളിലെ നിത്യഹരിതവനങ്ങളിൽ 90 ഇനങ്ങളെ കണ്ടെത്താൻ കഴിയും. അവിടുത്തെ നിത്യഹരിതവനങ്ങൾ 49 തദ്ദേശീയ ഇനങ്ങളും മൊണ്ടെയിൻ നിത്യഹരിതവനങ്ങളിൽ 46 തദ്ദേശീയ ഇനങ്ങളുമുണ്ട്. അതേസമയം നദികൾ, ഈന്തപ്പനവനങ്ങൾ, തെക്കൻ മീത ശീതോഷ്ണ വനങ്ങൾ, ഈ വനങ്ങളുടെ അരികുകൾ, അർദ്ധ ഈർപ്പമുള്ള മൊണ്ടെയിൻ കുറ്റിച്ചെടികൾ, വടക്കൻ മീത ശീതോഷ്ണ പുൽമേടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പല ആവാസ വ്യവസ്ഥകളിലും ഏറ്റവും കുറഞ്ഞ ഒറ്റ സ്പീഷീസ് വൈവിധ്യമുണ്ട്. ടൈറൻ ഫ്ലൈ കാച്ചറുകൾ പറക്കുന്ന കീടങ്ങളെ പറന്നുകൊണ്ട് തന്നെ പിടിച്ചെടുക്കാൻ കഴിവുള്ളവരാണ്. അതിനാലാണ് ഇവയെ ഫ്ലൈ കാച്ചർ എന്ന് വിളിക്കുന്നത്. ഈ പക്ഷികൾ സാധാരണയായി അരക്കൊമ്പുകളിലോ ചെറുചെടികളിലോ കൂട് ഉണ്ടാക്കുന്നു. പെൺപക്ഷി 2 മുതൽ 5 വരെ മുട്ടകൾ ഇടുന്നു. ആൺപെൺ പക്ഷികൾ ചേർന്ന് മുട്ടയ്ക്ക് ചൂട് കൊടുക്കുകയും കുഞ്ഞുങ്ങളെ പോറ്റുകയും ചെയ്യുന്നു. ഇവ സാധാരണയായി ഒറ്റയ്ക്കോ ഇണകളായോ കാണപ്പെടുന്നു. ഇവയിൽ ചില ഇനങ്ങൾ കാലാവസ്ഥ അനുസരിച്ച് ദൂരയാത്രകൾ നടത്തുന്നവരുമാണ്. ശബ്ദം ഇവയുടെ പ്രധാനമായ ആശയവിനിമയ മാർഗമാണ്. പല ഇനങ്ങൾക്കും മനോഹരമായ വിളികളുണ്ട്. ടൈറൻ ഫ്ലൈ കാച്ചറുകൾക്ക് വലിയ തലയും മൂർച്ചയുള്ള കൊക്കുമുണ്ട്. ഇവയ്ക്ക് ഉയർന്ന
ചലനക്ഷമതയും വേഗത്തിലുള്ള പറക്കും ശൈലിയുമാണ്. ചില ഇനങ്ങൾ തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ മറ്റു പക്ഷികളോട് കടുത്ത പ്രതിരോധം കാണിക്കാറുണ്ട്. അതിനാലാണ് ടൈറാൻഡ് എന്ന പേര് ഈ പക്ഷികൾക്ക് ലഭിച്ചത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.